90കളുടെ അവസാന കാലഘട്ടം. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അന്തരീക്ഷം എപ്പോഴും കലുഷിതമായിരുന്നെങ്കിലും ജോർദാനിലെ അമ്മാൻ നഗരം താരതമ്യേന ശാന്തമായിരുന്നു. ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. എന്നാൽ ആ സമാധാനത്തിന്റെ മറവിൽ ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഗൂഢാലോചന അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളുടെ അതിർത്തികൾക്കപ്പുറം തങ്ങൾക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന ആരെയും നിശബ്ദമാക്കാൻ മടിക്കാത്ത ഒരു ചാരസംഘടനയുടെ കണ്ണുകൾ അപ്പോൾ ജോർദാനിലെ ഒരു പ്രമുഖ വ്യക്തിക്കുമേൽ പതിഞ്ഞിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ തീപ്പന്തമായി മാറിയ ഹമാസിന്റെ നേതാവ് ഖാലിദ് മിഷലായിരുന്നു. ജോർദാനിലെ അമ്മാൻ നഗരത്തിലെ തിരക്കേറിയ തെരുവുകൾ. 1997 സെപ്റ്റംബർ 25 പ്രഭാതം. അന്ന് രാവിലെ പതിവ് പോലെ ഉണർന്നപ്പോൾ ആ ദിവസം തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമായിരിക്കുമെന്ന് ഖാലിദ് മിഷൽ കരുതിയിട്ടുണ്ടാവില്ല. സൂര്യൻ ഉദിച്ചുയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നഗരം അതിന്റെ ദൈനംദിന തിരക്കുകളിലേക്ക് മെല്ലെ ഉണരുന്നു. കാറുകളുടെ ഹോൺ മുഴക്കങ്ങളും തെരുവിലെ കച്ചവടക്കാരുടെ ശബ്ദങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ സാധാരണ ശബ്ദങ്ങൾക്കിടയിൽ അസ്വാഭാവികമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കനേഡിയൻ പാസ്പോർട്ടുകളുമായി ജോർദാനിൽ വന്നിറങ്ങിയ ചില വിദേശികൾ അമ്മാൻ നഗരത്തിൽ തമ്പടിച്ചിരുന്നു. കാഴ്ചയിൽ സാധാരണ വിനോദസഞ്ചാരികളെപ്പോലെ തോന്നിച്ചിരുന്നെങ്കിലും അവരുടെ കണ്ണുകളിൽ വിനോദത്തിന്റെ കൗതുകമായിരുന്നില്ല, മറിച്ച് വേട്ടക്കാരുടെ ജാഗ്രതയായിരുന്നുണ്ടായിരുന്നത്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഏറ്റവും മികച്ച ഏജന്റുമാരായിരുന്നു അവർ. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ഖാലിദ് മിഷലിനെ വധിക്കുക. പക്ഷേ അത് വെറുമൊരു കൊലപാതകമായിരിക്കരുത്, ആരും സംശയിക്കാത്ത സ്വാഭാവിക മരണമെന്ന് തോന്നിക്കുന്ന യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത ഒരു മരണം. അതിനായി അവർ കരുതിയിരുന്നത് തോക്കുകളോ ബോംബുകളോ ആയിരുന്നില്ല, മറിച്ച് ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഏറ്റവും മാരകമായ ഒരു വിഷമായിരുന്നു. ലെവോഫെന്റാനിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിശക്തമായ ഒരു വിഷം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കും. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും മരണകാരണം കണ്ടെത്താനാവില്ല. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ വിധിയെഴുതും. അത്രയും കൃത്യവും സൂക്ഷ്മവുമായിരുന്നു മൊസാദിന്റെ പദ്ധതി. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജെറുസലേമിലെ മഹാനെ യഹൂദ മാർക്കറ്റിലുണ്ടായ ചാവേർ ആക്രമണത്തിന് പകരം ചോദിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു. അതിനവർ തിരഞ്ഞെടുത്ത ഇര ഹമാസിന്റെ രാഷ്ട്രീയ കാര്യാലയത്തിന്റെ തലവനായ ഖാലിദ് മിഷലായിരുന്നു. അമ്മാനിലെ ഹമാസിന്റെ ഓഫീസിലേക്ക് അദ്ദേഹം എത്തുന്ന സമയം അവർ കൃത്യമായി കണക്കാക്കിയിരുന്നു. ഓഫീസിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് നടന്നുവന്ന 2 വിദേശികൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എല്ലാം ഞൊടിയിടയിൽ സംഭവിച്ചു. അതിലൊരാൾ മിഷലിന്റെ ചെവിയുടെ ഭാഗത്തേക്കെന്തോ സ്പ്രേ ചെയ്യുന്നതുപോലെ ഒരു ഉപകരണം നീട്ടി. ഒരു ചെറിയ ശബ്ദം, ഒരു നേരിയ സ്പർശനം. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അക്രമികൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചെവിയിൽ എന്തോ കുത്തിക്കയറിയതുപോലെ ഒരു വേദന ഖാലിദ് മിഷലിന് അനുഭവപ്പെട്ടു. ഒരു വലിയ ഇറുമ്പം ചെവിയിൽ മുഴങ്ങുന്നതുപോലെ. തന്റെ ശരീരത്തിലേക്ക് എന്തോ അന്യവസ്തു പ്രവേശിച്ചു എന്ന തോന്നൽ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. എന്നാൽ പുറമേ മുറിവുകളോ രക്തമോ ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവർ അമ്പരന്നുപോയി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമായില്ല. ഒരു നിമിഷം സ്തംഭിച്ചുപോയ ബോഡിഗാർഡുകൾ പെട്ടെന്ന് തന്നെ സമചിത്തത വീണ്ടെടുത്തു. അവർ ആക്രമികളെ പിന്തുടരാൻ തീരുമാനിച്ചു. ഖാലിദ് മിഷാലിന്റെ ബോഡിഗാർഡുകളിൽ ഒരാളായ മുഹമ്മദ് അബൂ സൈഫ് ഓടി രക്ഷപ്പെടുന്ന അക്രമികളുടെ പിന്നാലെ പാഞ്ഞു. നഗരത്തിലെ കിരക്കേറിയ റോഡിലൂടെ ഒരു സിനിമയിലെന്ന പോലെ ആ ചേസിംഗ് നടന്നു. അക്രമികൾ ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അബൂ സൈഫ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവരുടെ കാറിനെ പിന്തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അക്രമികൾ കാറിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങി. അബൂ സൈഫ് അവരെ വിടാതെ പിന്തുടർന്ന് പിടികൂടി. അവിടെ വെച്ച് ഒരു മൽപ്പിടുത്തം തന്നെ നടന്നു. അബൂ സൈഫിന്റെ ധീരതയും നിശ്ചയദാർഢ്യവുമാണ് അന്ന് മൊസാദിന്റെ പദ്ധതികളെ ആദ്യമായി തകിടം മറിച്ചത്. അക്രമികൾ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറുമ്പോൾ താൻ പിടികൂടിയത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ചാരന്മാരെയാണെന്ന് അബൂ സൈഫിന് അറിയില്ലായിരുന്നു. സാധാരണ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള അടിപിടിയാണെന്നാണ് ആദ്യം പോലീസ് കരുതിയത്. എന്നാൽ പിടികൂടിയവരുടെ കൈവശമുണ്ടായിരുന്ന കനേഡിയൻ പാസ്പോർട്ടുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ജോർദാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിത്തുടങ്ങി. ആരാണിവർ?
എന്തിനാണിവർ ഒരു പലസ്തീൻ നേതാവിനെ ആക്രമിച്ചത്? ഇതേസമയം ഓഫീസിലെത്തിയ ഖാലിദ് മിഷാലിന്റെ നില വഷളായിക്കൊണ്ടിരുന്നു. ആദ്യം ചെറിയൊരു തലകറക്കം മാത്രമാണ് അനുഭവപ്പെട്ടത്. എന്നാൽ സമയം കഴിയുന്തോറും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ശരീരം തളരുന്നതുപോലെ, കാഴ്ച മങ്ങുന്നു, ചെവിയിൽ വലിയൊരു മൂളൽ. ഉടൻ തന്നെ അദ്ദേഹത്തെ അമ്മാനിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ പരിശോധിച്ചെങ്കിലും പുറമേ മുറിവുകളൊന്നുമില്ലാത്തതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹൃദയമിടിപ്പ് കുറഞ്ഞുവരുന്നു, രക്തസമ്മർദ്ദം താഴുന്നു, മരണം തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഡോക്ടർമാർ നിസ്സഹായരായി. വിഷം ഏതാണെന്ന് തിരിച്ചറിയാതെ ആന്റിഡോട്ട് നൽകാൻ കഴിയില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. ഖാലിദ് മിഷാലിന്റെ ജീവൻ ഒരു നൂൽപ്പാലത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഹമാസ് നേതാവിനെ വധിക്കാൻ ശ്രമം നടന്നിരിക്കുന്നു. ജോർദാൻ രാജാവ് ഹുസൈൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി. തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. സമാധാന കരാർ ഒപ്പുവെച്ച ഒരു രാജ്യം തന്റെ രാജ്യത്ത് വന്ന് തന്റെ അതിഥിയായി കഴിയുന്ന ഒരാളെ വധിക്കാൻ ശ്രമിക്കുന്നത് രാജാവിന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പിടികൂടിയവർ മൊസാദ് ഏജന്റുമാരാണെന്ന് ജോർദാൻ ഇന്റലിജൻസ് സ്ഥിരീകരിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടു. ജോർദാൻ രാജാവ് ഹുസൈൻ നേരിട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടു. ഖാലിദ് മിഷാൽ മരിച്ചാൽ ഇസ്രായേലുമായുള്ള സമാധാന കരാർ റദ്ദാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, പിടികൂടിയ മൊസാദ് ഏജന്റുമാരെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിസന്ധിയിലായി. രഹസ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ മുഖം വികൃതമായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇടപെടുമെന്ന അവസ്ഥയായി. ആശുപത്രിയിൽ ഖാലിദ് മിഷാൽ അബോധാവസ്ഥയിലേക്ക് വഴുതി വീണിരുന്നു. അദ്ദേഹത്തിന്റെ ശ്വാസകോശങ്ങൾ പ്രവർത്തനരഹിതമാകാൻ തുടങ്ങിയിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. വിഷം ഏതാണെന്ന് ഇസ്രായേൽ തയ്യാറാകാത്ത പക്ഷം മിഷാലിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ രാജാവിനെ അറിയിച്ചു. രാജാവിന്റെ കൊട്ടാരത്തിൽ അടിയന്തര യോഗം ചേർന്നു. ഏതു വിധേനയും ഖാലിദ് മിഷാലിനെ രക്ഷിക്കണം. അത് ജോർദാന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. പിടികൂടിയ 2 മൊസാദ് ഏജന്റുമാർക്ക് പുറമെ 4 ഏജന്റുമാർ കൂടി അമ്മാനിലെ ഇസ്രായേൽ എംബസിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ജോർദാൻ ഇന്റലിജൻസിന് ലഭിച്ചു. രാജാവ് കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇസ്രായേൽ എംബസി വളയാൻ അദ്ദേഹം സൈന്യത്തിന് ഉത്തരവിട്ടു. ആരും പുറത്തുപോകാനോ അകത്തു കടക്കാനോ പാടില്ല. എംബസിയിലുള്ളവരെ ബന്ധങ്ങളാക്കുന്നതിന് തുല്യമായിരുന്നു ആ നടപടി. നയതന്ത്ര ബന്ധങ്ങൾ വഷളായി. വർഷം സമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടു. ഇസ്രായേലിന് മുന്നിൽ വഴികൾ അടയുകയായിരുന്നു. ഒന്നുകിൽ ഖാലിദ് മിഷാലിന്റെ ജീവൻ രക്ഷിക്കാൻ വിഷത്തിനുള്ള മറുമരുന്ന് നൽകുക, അല്ലെങ്കിൽ തങ്ങളുടെ ഏജന്റുമാരെ ജോർദാനിലെ തൂക്കുകയറിന് വിട്ടുകൊടുക്കുക. നെതന്യാഹുവിന് മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹു കീഴടങ്ങി. മൊസാദിന്റെ തലവൻ ഡാനി യഹോമിനെ നേരിട്ട് ജോർദാനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. കയ്യിൽ ആ ജീവരക്ഷാ മരുന്നുമായി. അമ്മാനിലെ ആശുപത്രിയിൽ സമയം അതിവേഗം കടന്നുപോയി. ഖാലിദ് മിഷാലിന്റെ ഭാര്യയും മക്കളും പ്രാർത്ഥനയോടെ പുറത്തിരുന്നു. പലസ്തീൻ ജനതയാകെ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുമോ, അതോ രക്തസാക്ഷിത്വം വരിക്കുമോ? ഡോക്ടർമാർ ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ നില പരിശോധിച്ചുകൊണ്ടിരുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും പതുക്കെ പതുക്കെ നിലച്ചു തുടങ്ങിയിരുന്നു. വിഷം നാഡീവ്യവസ്ഥയെ പൂർണ്ണമായും ബാധിച്ചു കഴിഞ്ഞിരുന്നു. ശ്വസനപ്രക്രിയ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങളെ അത് മരവിപ്പിച്ചു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരം ലഭിക്കാത്ത മൊസാദിന്റെ ലബോറട്ടറികളിൽ വികസിപ്പിച്ചെടുത്ത ആ അപൂർവ വിഷത്തിനു മുന്നിൽ ജോർദാനിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ പോലും തോൽവി സമ്മതിക്കുന്ന ഘട്ടമായിരുന്നു അത്. അപ്പോഴാണ് ആ നാടകീയമായ നിമിഷം വന്നെത്തുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള പ്രത്യേക ദൂതൻ അമ്മാനിൽ പറന്നിറങ്ങി. കയ്യിൽ ചെറിയൊരു പെട്ടിയിലായി ആന്റിഡോട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥ മരുന്ന് തന്നെയാണോ എന്ന് ജോർദാൻ ഡോക്ടർമാർക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു. ഇസ്രായേലിനെ വിശ്വസിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ പരീക്ഷിച്ചു നോക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഡോക്ടർമാർ ആ മരുന്ന് ഖാലിദ് മിഷാലിന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. മരുന്ന് പ്രവർത്തിക്കുമോ, അതോ വൈകിപ്പോയോ? എല്ലാവരും ആകാംക്ഷയോടെ മോണിറ്ററിലേക്ക് നോക്കി. നിമിഷങ്ങൾ മണിക്കൂറുകൾ പോലെ തോന്നി. ഹൃദയമിടിപ്പിലെ നേരിയ വ്യത്യാസങ്ങൾ പോലും അവർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് മോണിറ്ററിലെ വരകളിൽ മാറ്റം കണ്ടു തുടങ്ങി. ഹൃദയമിടിപ്പ് സാവധാനം ക്രമത്തിലേക്ക് വരുന്നു. രക്തസമ്മർദ്ദം ഉയരുന്നു.
മരവിച്ചുപോയ നാഡികൾ വീണ്ടും ഉണരുന്നു. അത്ഭുതം സംഭവിക്കുകയായിരുന്നു. മരണത്തിന്റെ വക്കിൽ നിന്ന് ഖാലിദ് മിഷാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു. ഒരു ജനതയുടെ പ്രാർത്ഥനയും ഒരു രാജാവിന്റെ വാശിയും ഒരു ബോഡിഗാർഡിന്റെ ധീരതയും ഒത്തുചേർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയുടെ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. അമ്മാനിലെ ആശുപത്രിമുറിയിൽ ഘടിപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. അതുവരെ നിലച്ചുപോയെന്ന് കരുതിയ ഒരു ഹൃദയം വീണ്ടും താളം വീണ്ടെടുക്കുകയാണ്. ഡോക്ടർമാരുടെ മുഖത്ത് ആശ്വാസത്തിന്റെ തെളിച്ചം പരന്നു. ഖാലിദ് മിഷാൽ കണ്ണുകൾ തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ ഉത്കണ്ഠയോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അദ്ദേഹം കണ്ടു. താൻ എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ പൂർണ്ണമായി തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ശരീരം ഇപ്പോഴും തളർന്നു തന്നെയായിരുന്നു. സിരകളിലൂടെ മാരകമായ വിഷത്തിന് വിപരീതമായ മരുന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. മരണം തൊട്ടുമുന്നിൽ വന്ന് മടങ്ങിപ്പോയതിൻ്റെ ഒരു വലിയ ആഘാതം ആ മുറിയിലാകെ തളം കെട്ടിനിന്നു. എന്നാൽ ആശുപത്രിക്ക് പുറത്ത് കാര്യങ്ങൾ അത്ര ശാന്തമായിരുന്നില്ല. ജോർദാൻ രാജാവ് ഹുസൈൻ്റെ കൊട്ടാരത്തിൽ കോപം അണപൊട്ടി ഒഴുകുകയായിരുന്നു. തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇസ്രായേൽ നോക്കുകുത്തിയാക്കിയെന്ന ചിന്ത രാജാവിനെ വല്ലാതെ അലവരസപ്പെടുത്തി. സമാധാനത്തിന്റെ കരാറുകൾ ഒപ്പിട്ട മഷി ഉണങ്ങും മുമ്പാണ് ഇങ്ങനെയൊരു വഞ്ചന നടന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് രാജാവിന് കടുത്ത അമർഷം തോന്നി. ഫോണിലൂടെ നടന്ന സംഭാഷണങ്ങൾ അതിരൂക്ഷമായിരുന്നു. വെറും ആന്റിഡോട്ട് നൽകിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കില്ലെന്ന് രാജാവ് തീരുമാനിച്ചു. മൊസാദിന്റെ പിടിപുക്കേടും അഹങ്കാരവും മുതലെടുക്കാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. ഇസ്രായേലിന്റെ തടവറയിൽ കഴിയുന്ന പലസ്തീൻ പോരാട്ടത്തിന്റെ ആത്മീയ നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസീനെ മോചിപ്പിക്കണം എന്നതായിരുന്നു രാജാവിന്റെ അടുത്ത ആവശ്യം. ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ നേതൃത്വം ഞെട്ടിത്തെറിച്ചു. ഹമാസിന്റെ സ്ഥാപകനും ആത്മീയ ഗുരുവുമായ ഷെയ്ഖ് യാസീൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായിരുന്നു. അദ്ദേഹത്തെ വിട്ടയക്കുക എന്നത് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ ജോർദാൻ രാജാവിന്റെ കയ്യിൽ ശക്തമായ തുറുപ്പുചീട്ടുകളുണ്ടായിരുന്നു. പിടിക്കപ്പെട്ട 2 മൊസാദ് ഏജന്റുമാർ ജോർദാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അമ്മാനിലെ ഇസ്രായേൽ എംബസിയിൽ അഭയം പ്രാപിച്ച മറ്റു 4 ഏജന്റുമാർ പുറത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. എംബസിക്ക് ചുറ്റും ജോർദാൻ സൈന്യം വൻ സന്നാഹങ്ങളോടെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഷെയ്ഖ് അഹമ്മദ് യാസീനെ മോചിപ്പിച്ചില്ലെങ്കിൽ പിടിക്കപ്പെട്ട ഏജന്റുമാരെ വിചാരണ ചെയ്യുമെന്നും ലോകത്തിനു മുന്നിൽ ഇസ്രായേലിന്റെ ചാരപ്രവർത്തനങ്ങൾ വെളിവാക്കുമെന്നും രാജാവ് ഭീഷണി മുഴക്കി. മാത്രമല്ല, ഇസ്രായേലുമായുള്ള സമാധാന കരാർ പരസ്യമായി റദ്ദാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു നയതന്ത്ര ദുരന്തമായിരിക്കും. ഇതിനിടയിൽ മറ്റൊരു പ്രശ്നവും കൂടി തലപൊക്കി. പിടിക്കപ്പെട്ട ഏജന്റുമാർ ഉപയോഗിച്ചിരുന്നത് വ്യാജ കനേഡിയൻ പാസ്പോർട്ടുകളായിരുന്നു. ഇത് കാനഡ സർക്കാരിനെ ചൊടിപ്പിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്ത് പോയി കൊലപാതകം നടത്താൻ ശ്രമിച്ചത് കാനഡയ്ക്ക് സഹിക്കാനായില്ല. അവർ ഇസ്രായേലിലെ തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട അവസ്ഥയായി. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. മധ്യപൂർവേഷ്യയിലെ സമാധാന നീക്കങ്ങൾ തകരാതിരിക്കാൻ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് അദ്ദേഹം നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. നെതന്യാഹുവിന് മുന്നിൽ മറ്റു വഴികളില്ലാതായി. അടിവിൽ ആ കൈപ്പേറിയ തീരുമാനമെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ഷെയ്ഖ് അഹമ്മദ് യാസീനെ മോചിപ്പിക്കാം, പകരം ജോർദാനിൽ പിടിക്കപ്പെട്ട മൊസാദ് ഏജന്റുമാരെ സുരക്ഷിതമായി ഇസ്രായേലിലേക്ക് തിരികെ അയക്കണം. ഇതൊരു വലിയ പരാജയമായിരുന്നു. ഖാലിദ് മിഷാലിനെ വധിക്കാൻ പോയവർ അവസാനം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ മോചിപ്പിക്കേണ്ടി വരുന്ന വിധി വൈപരീത്യത്തിന്റെ ഒരു വലിയ പ്രഭാവമായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാക്ക് ഫയർ എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട സംഭവം. ഇസ്രായേൽ ജയിലിൽ വീൽചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന തളർന്ന ശരീരവും എന്നാൽ തളരാത്ത മനസ്സുമുള്ള ഷെയ്ഖ് അഹമ്മദ് യാസീൻ അപ്പോഴും ഒന്നും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് ജയിൽ അധികൃതർ അദ്ദേഹത്തിന്റെ സെല്ലിലെത്തിയത്. മോചിപ്പിക്കപ്പെടാൻ പോകുന്നുവെന്ന വാർത്ത അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയില്ല. ദൈവത്തിന്റെ നിശ്ചയമെന്നേ അദ്ദേഹം അതിനെ കണ്ടുള്ളൂ. ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ ജോർദാനിലേക്ക് കൊണ്ടുവന്നു. അമ്മാൻ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഷെയ്ഖ് യാസീനെ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ഖാലിദ് മിഷലിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച മൊസാദ് അറിയാതെ തന്നെ ഹമാസിന് പുതിയൊരു ജീവൻ നൽകുകയായിരുന്നു. അവരുടെ ആത്മീയ നേതാവിന്റെ തിരിച്ചുവരവ്
പലസ്തീൻ ജനതയ്ക്ക് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല. ഇതേ സമയം ആശുപത്രിയിൽ ഖാലിദ് മിഷൽ സാവധാനം ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി. നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. തന്നെ കൊല്ലാൻ വന്നവർ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, ആ ശ്രമം കാരണം തന്റെ ഗുരുവര്യനായ ഷെയ്ഖ് യാസീൻ മോചിതനായിരിക്കുന്നുവെന്ന വാർത്ത അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വേദനയ്ക്കിടയിലും അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവർ തന്ത്രങ്ങൾ മെനയുന്നു, ദൈവവും തന്ത്രം മെനയുന്നു. ദൈവം ഏറ്റവും വലിയ തന്ത്രശാലിയാണ് എന്ന ഖുർആൻ വചനം അദ്ദേഹം ഓർത്തു. അമ്മാനിലെ തെരുവുകളിൽ ജനങ്ങൾ ആഘോഷിച്ചു. മൊസാദിന്റെ പരാജയം അറബ് ലോകത്ത് വലിയ ചർച്ചാവിഷയമായി. തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന ഒരു ശക്തിക്ക് ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് എത്ര വലിയ വില നൽകേണ്ടി വന്നു എന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചു. ജോർദാൻ ഇന്റലിജൻസ് പിടികൂടിയ മൊസാദ് ഏജന്റുമാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു തുടങ്ങി. അവർ സാധാരണക്കാരായിരുന്നില്ല. മൊസാദിന്റെ കിഡോൺ എന്ന അതീവ രഹസ്യ വിഭാഗത്തിലെ അംഗങ്ങളായിരുന്നു അവർ. കൊലപാതകങ്ങൾക്കും അട്ടിമറികൾക്കും വേണ്ടി മാത്രം പരിശീലനം ലഭിച്ചവർ. വധശിക്ഷ വിധിക്കപ്പെട്ടവർ എന്നാണ് കിഡോൺ എന്ന വാക്കിന്റെ അർത്ഥം. അവർ ഉപയോഗിച്ച വിഷം ലെവോഫെന്റാനിൽ ഹെറോയിനേക്കാൾ 1000 മടങ്ങ് വീര്യമുള്ളതായിരുന്നു. വെറും ഒരു തുള്ളി മതി ഒരാളെ കൊല്ലാൻ. അങ്ങനെ ഒരു വിഷം പ്രയോഗിച്ചിട്ടും ഖാലിദ് മിഷൽ രക്ഷപ്പെട്ടത് കേവലം ഭാഗ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് അബൂ സെയ്ഫ് എന്ന ബോഡിഗാർഡിന്റെയും ജോർദാൻ രാജാവിന്റെയും സമയോചിതമായ ഇടപെടൽ കൊണ്ടായിരുന്നു. മൊസാദ് ഏജന്റുമാരെ കൈമാറുന്ന ദിവസം അമ്മാനിൽ കനത്ത സുരക്ഷയായിരുന്നു. ജോർദാൻ ജനതയുടെ പ്രതിഷേധം ഭയന്ന് വളരെ രഹസ്യമായാണ് കൈമാറ്റം നടന്നത്. പിടിക്കപ്പെട്ട 2 ഏജന്റുമാരെയും എംബസിയിൽ ഒളിച്ചിരുന്ന 4 പേരെയും ഇസ്രയേലിലേക്ക് കൊണ്ടുപോകാൻ പ്രത്യേക വിമാനമെത്തി. അപമാനഭാരത്താൽ തലകുനിച്ച് അവർ വിമാനത്തിൽ കയറി. ഇസ്രയേലിൽ തിരിച്ചെത്തിയ അവർക്ക് നേരിടേണ്ടി വന്നത് നായകന്മാരുടെ സ്വാഗതമായിരുന്നില്ല, മറിച്ച് അന്വേഷണ കമ്മീഷനുകളെയായിരുന്നു. ഓപ്പറേഷൻ പാളിയതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ അവർ പാടുപെട്ടു. ചെറിയൊരു പിഴവ്, ഒരു കാർ ചേസിംഗ്, ഒരു ബോഡിഗാർഡിന്റെ ധൈര്യം, ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസിയെ മുട്ടുകുത്തിച്ചതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിരുന്നില്ല. ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവ് ഷിമോൻ പെരസ് ഈ സംഭവത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. മൊസാദ് തലവൻ ദാനി യഹോമിന് രാജിവെക്കേണ്ടി വന്നു. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിലൊന്നായി ഈ സംഭവം മാറി. എന്നാൽ കഥയവിടെ അവസാനിച്ചില്ല. ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെയും മനഃശാസ്ത്രം പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. അധികാരത്തോടുള്ള ആർത്തി, പ്രതികാരത്തിനുള്ള ദാഹം, ഭയം, അഹങ്കാരം, ഇവയെല്ലാം കൂടിക്കുഴഞ്ഞ ഒരു വലിയ നാടകമായിരുന്നു അത്. ഖാലിദ് മിഷൽ എന്ന വ്യക്തി വെറുമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി പലസ്തീൻ പ്രതിരോധത്തിന്റെ ഒരു പ്രതീകമായി മാറുകയായിരുന്നു അപ്പോൾ. മരണം മുന്നിൽ കണ്ട് തിരിച്ചുവന്ന ഒരാൾക്ക് പിന്നീട് ഒന്നിനെയും ഭയപ്പെടാനുണ്ടായിരുന്നില്ല. ആശുപത്രി വിട്ട ഖാലിദ് മിഷൽ ആദ്യം പോയത് ഷെയ്ഖ് അഹമ്മദ് യാസീനെ കാണാനായിരുന്നു. ആ കൂടിക്കാഴ്ച വികാരനിർഭരമായിരുന്നു. ഗുരുവും ശിഷ്യനും കെട്ടിപ്പിടിച്ചു. വാക്കുകൾക്കതീതമായൊരു നിമിഷം. വീൽചെയറിലിരുന്ന് ഷെയ്ഖ് യാസീൻ മിഷലിന്റെ നെറ്റിയിൽ ചുംബിച്ചു. "നീ കാരണം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി" എന്ന് ഷെയ്ഖ് പറഞ്ഞപ്പോൾ, "അങ്ങു കാരണം എനിക്ക് 2ാം ജന്മം കിട്ടി" എന്നായിരുന്നു മിഷലിന്റെ മറുപടി. അവരുടെ കണ്ണിൽ കണ്ടത് വെറും സന്തോഷമായിരുന്നില്ല, വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്കുള്ള തീഷ്ണതയായിരുന്നു. ഇസ്രയേൽ ചെയ്തത് ചരിത്രപരമായ മണ്ടത്തരമാണെന്നവർക്ക് മനസ്സിലായി. ഹമാസിന്റെ നിരനിരായെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ മൊസാദ് അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവരല്ല. അവർക്ക് പറ്റിയ ഈ പരാജയം ഒരു വലിയ മുറിവായി അവരുടെ മനസ്സിൽ കിടന്നു. എപ്പോഴെങ്കിലും ഇതിന് പകരം ചോദിക്കുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. കളി അവസാനിച്ചിരുന്നില്ല, രൂപം മാറുകയായിരുന്നു. ഖാലിദ് മിഷാൽ ഇനി കൂടുതൽ സൂക്ഷ്മതയോടെ നീങ്ങേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ആകാശത്തും ഭൂമിയിലും കണ്ണുകളുണ്ടാകും. നിഴലുകൾക്ക് പോലും കണ്ണുകളുള്ള ലോകത്താണ് താൻ ജീവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. അമ്മാനിലെ ആ തെരുവിൽ വെച്ച് നടന്നത് വെറുമൊരു വധശ്രമമായിരുന്നില്ല, മറിച്ച് മധ്യപൂർവേഷ്യയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. അത് പലരുടെയും വിധി എഴുതി. ചിലർക്ക് അധികാരം നഷ്ടമായി, ചിലർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ചിലർക്ക് ജീവൻ തിരിച്ചുകിട്ടി.
ഈ സംഭവത്തിന് ശേഷം ജോർദാനും ഹമാസും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളലുകൾ വീണു തുടങ്ങി. ഇസ്രായേലിന്റെ സമ്മർദ്ദം ജോർദാനുമേൽ മുറുകി. ഖാലിദ് മിഷാലിന്റെ സാന്നിധ്യം ജോർദാൻ രാജാവിന് ഒരു തലവേദനയായി മാറിത്തുടങ്ങി. മൊസാദ് പരാജയപ്പെട്ടെങ്കിലും നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ കരുനീക്കങ്ങൾ ആരംഭിച്ചു. ഹമാസിനെ ജോർദാനിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമായി. രക്ഷപ്പെട്ടുവെങ്കിലും വരാനിരിക്കുന്ന നാളുകൾ ഖാലിദ് മിഷാലിനെ സംബന്ധിച്ചിടത്തോളം കനൽ വഴികളിലൂടെയുള്ള യാത്ര തന്നെയായിരുന്നു. അമ്മാനിലെ ആസ്പത്രിയിൽ നിന്ന് ഖാലിദ് മിഷാൽ പുറത്തിറങ്ങിയത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരുന്നു. മരണത്തിന്റെ തണുത്ത സ്പർശമറിഞ്ഞവന്റെ കണ്ണുകളിൽ ഭയത്തേക്കാൾ കൂടുതൽ തെളിഞ്ഞു കണ്ടത് നിശ്ചയദാർഢ്യമായിരുന്നു. എന്നാൽ ആ നിശ്ചയദാർഢ്യം മാത്രം മതിയാവുമായിരുന്നില്ല വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ നേരിടാൻ. ജോർദാൻ രാജാവ് ഹുസൈൻ മിഷാലിന്റെ ജീവൻ രക്ഷിക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ജോർദാനുമേലുള്ള സമ്മർദ്ദം ഏറിക്കൊണ്ടിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഒന്നായിരുന്നു: ഹമാസിന്റെ പ്രവർത്തനം ജോർദാനിൽ അനുവദിക്കരുത്. മിഷാലിന്റെ സാന്നിധ്യം സമാധാന കരാറിന് ഭീഷണിയാണെന്ന് അവർ നിരന്തരം ഓർമ്മിപ്പിച്ചു. കാലം മുന്നോട്ട് നീങ്ങി. ജോർദാൻ രാജാവ് ഹുസൈന്റെ മരണം ശേഷം അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള രാജാവായി അധികാരമേറ്റു. അതോടെ ജോർദാനിലെ രാഷ്ട്രീയ കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങി. 1999-ൽ ജോർദാൻ സർക്കാർ ഹമാസിനെ നിരോധിക്കുകയും അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഖാലിദ് മിഷാലിനും സഹപ്രവർത്തകർക്കും ജോർദാൻ വിടേണ്ടി വന്നു. അത് മറ്റൊരു പലായനമായിരുന്നു. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ അഭയം നൽകിയ മണ്ണിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അവർ ഖത്തറിലേക്കാണ് ആദ്യം പോയത്, പിന്നീട് സിറിയയിലെ ഡമാസ്കസിലേക്ക്. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് അവർക്ക് അഭയം നൽകി. ഡമാസ്കസ് ഹമാസിന്റെ പുതിയ ആസ്ഥാനമായി മാറി. അവിടെ ഇരുന്നുകൊണ്ട് ഖാലിദ് മിഷാൽ തന്റെ പോരാട്ടം തുടർന്നു. ഇതേസമയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കാര്യങ്ങൾ സ്ഫോടനാത്മകമായിക്കൊണ്ടിരുന്നു. രണ്ടാം ഇൻതിഫാദയുടെ പലസ്തീൻ ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു. ഇസ്രായേൽ സൈന്യവും പലസ്തീൻ പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നിത്യസംഭവമായി. 2004-ൽ ഗാസയിൽ വെച്ച് വീൽചെയറിലിരുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീനെ ഇസ്രായേൽ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ വധിച്ചു. അത് ഖാലിദ് മിഷാലിനെ വ്യക്തിപരമായ വലിയൊരാഘാതമായിരുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി ജയിൽ മോചിതനായ തന്റെ ഗുരു അവസാനം അതേ ശത്രുവിന്റെ കയ്യിൽ രക്തസാക്ഷിയായി. ഷെയ്ഖ് യാസീന്റെ മരണം ഹമാസിനെ തളർത്തുമെന്ന് ഇസ്രായേൽ കരുതി. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഖാലിദ് മിഷാലിന്റെ നേതൃത്വത്തിൽ ഹമാസ് കൂടുതൽ ശക്തമായി തിരിച്ചടിച്ചു. മുസാദ് തങ്ങളുടെ പഴയ പരാജയം മറന്നിരുന്നില്ല. ഡമാസ്കസിലിരുന്നും ഖാലിദ് മിഷാൽ ഇസ്രായേലിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. സിറിയയിലെ അദ്ദേഹത്തിന്റെ സുരക്ഷ ശക്തമായിരുന്നു. എന്നാൽ മുസാദിന്റെ കണ്ണുകൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. 2010-ൽ ദുബായിൽ വെച്ച് മറ്റൊരു ഹമാസ് നേതാവായ മഹമ്മൂദ് അൽ മബ്ഹൂഹിനെ മൊസാദ് ഏജന്റുമാർ ഹോട്ടൽ മുറിയിൽ വെച്ച് വധിച്ചു. ടെന്നീസ് കളിക്കാരെന്ന വ്യാജേന വന്ന സംഘം നടത്തിയ ആ ഓപ്പറേഷൻ ലോകത്തെ ഞെട്ടിച്ചു. ഇത് ഖാലിദ് മിഷാലിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഞങ്ങൾ എവിടെ വേണമെങ്കിലും വരും, ആരെ വേണമെങ്കിലും കൊല്ലും. പക്ഷേ ഖാലിദ് മിഷാലിനെ വധിക്കാൻ മൊസാദ് പിന്നീട് നേരിട്ട് ശ്രമിച്ചില്ല. ഒരുപക്ഷേ 1997-ലെ ആ പരാജയം നൽകിയ പാഠം അവർക്ക് മറക്കാൻ കഴിയാത്തതുകൊണ്ടാവണം, അല്ലെങ്കിൽ മിഷാലിനെ കൊന്നാലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്താവണം. എന്തായാലും ഒരു നിഴൽ യുദ്ധം അവർക്കിടയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സൈബർ ആക്രമണങ്ങൾ, ഫോൺ ചോർത്തലുകൾ, അനുയായികളെ സ്വാധീനിക്കാൻ ശ്രമിക്കൽ, അങ്ങനെ പല വഴികളിലൂടെയും മൊസാദ് ഖാലിദ് മിഷാലിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരിക്കൽ തങ്ങൾക്ക് അഭയം നൽകിയ മണ്ണ് യുദ്ധക്കളമായി മാറി. ഹമാസിന് വീണ്ടും നിലപാടുകൾ മാറ്റേണ്ടി വന്നു. സിറിയൻ സർക്കാരുമായി അകന്ന അവർ ദോഹയിലേക്ക് താവളം മാറ്റി. പ്രവാസ ജീവിതം ഖാലിദ് മിഷാലിന് ഒരു ശീലമായി മാറിയിരുന്നു. ഓരോ സ്ഥലത്തും പുതിയ വെല്ലുവിളികൾ. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലെ തീ അണങ്ങിയിരുന്നില്ല. 2012-ൽ നീണ്ട 45 വർഷത്തെ പ്രവാസത്തിനു ശേഷം ഖാലിദ് മിഷാൽ ആദ്യമായി ഗാസയിൽ കാലുകുത്തി. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ഗാസയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വീരനായകനെപ്പോലെ സ്വീകരിച്ചു. മണ്ണിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. സ്വന്തം നാട്ടിൽ സ്വന്തം ജനതയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞ ആ നിമിഷം അദ്ദേഹത്തിന് സ്വർഗീയമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇസ്രയേലിനെ വിറപ്പിച്ചു. നമ്മൾ നമ്മുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല, ഓരോ തരിമണ്ണും നമ്മൾ തിരിച്ചുപിടിക്കും. ആ വാക്കുകളിൽ മൊസാദിന്റെ പഴയ ഇരയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ ആത്മവിശ്വാസമായിരുന്നു മുഴങ്ങിക്കേട്ടത്. 1997-ൽ അമ്മാനിൽ വെച്ച് തകർന്നടിഞ്ഞ മൊസാദിന്റെ പദ്ധതി യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് ഒരു ഉരുക്കു മനുഷ്യനെയായിരുന്നു. വിഷം അദ്ദേഹത്തെ കൊന്നില്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കി.
പക്ഷേ അധികാരം എപ്പോഴും പൂക്കൾ വിരിച്ച പാതയല്ല. ഹമാസിനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. ഗാസയിലെ നേതാക്കളും വിദേശത്തിരിക്കുന്ന നേതാക്കളും തമ്മിലുള്ള ആശയപരമായ അകലം കൂടി വന്നു. 2017 ഹമാസിന്റെ രാഷ്ട്രീയ കാര്യാലയത്തിന്റെ തലവൻ എന്ന സ്ഥാനത്ത് നിന്ന് ഖാലിദ് മിഷാൽ ഒഴിഞ്ഞു. പകരം ഇസ്മായിൽ ഹനിയ അധികാരമേറ്റു. എങ്കിലും മിഷാൽ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായി, മാർഗദർശിയായി തുടർന്നു. അധികാരം കൈമാറിയെങ്കിലും ഇസ്രയേലിന്റെ നോട്ടപ്പുള്ളികളുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് എപ്പോഴും മുകളിൽ തന്നെയായിരുന്നു. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നു. 2023 ഒക്ടോബർ 7 ആക്രമണം ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. ഇസ്രയേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഹമാസ് നടത്തിയ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചു. അതിനു പിന്നാലെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ തിരിച്ചടി സമാനതകളില്ലാത്തതായിരുന്നു. ആയിരക്കണക്കിനു മനുഷ്യർ കൊല്ലപ്പെട്ടു. ഗാസ ഒരു ശവപ്പറമ്പായി മാറി. ഈ സമയത്തും ദോഹയിലിരുന്ന് ഖാലിദ് മിഷാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും അദ്ദേഹം ചുക്കാൻ പിടിച്ചു. ഇസ്രയേൽ വീണ്ടും ഭീഷണി മുഴക്കി. ഹമാസിന്റെ എല്ലാ നേതാക്കളെയും വധിക്കും, അവർ എവിടെയായിരുന്നാലും. ആ ഭീഷണി ഖാലിദ് മിഷാലിനെ ഉദ്ദേശിച്ചുകൂടിയാണെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ഖാലിദ് മിഷാൽ ശാന്തനായിരുന്നു. മരണം എന്നെ ഭയപ്പെടുത്തുന്നില്ല. 1997 ഞാൻ മരിക്കേണ്ടതായിരുന്നു. അന്ന് കിട്ടിയത് ബോണസ് ജീവിതമാണ്. അതെപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. പക്ഷേ അത് തീരുമാനിക്കുന്നത് നെതന്യാഹു അല്ല, ദൈവമാണ്. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്ഥിതി വ്യക്തമാക്കുന്നതായിരുന്നു. ഭയമെന്ന വികാരം അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ നിന്ന് എന്നേ മായ്ച്ചു കളഞ്ഞപ്പെട്ടിരുന്നു. 1997 ആ ദിവസം അമ്മാനിലെ ആ തെരുവിൽ വെച്ച് മൊസാദിന്റെ ഏജന്റ് സ്പ്രേ ചെയ്ത വിഷം യഥാർത്ഥത്തിൽ ഖാലിദ് മിഷാലിന്റെ ശരീരത്തിലേക്കല്ല കയറിയത്, മറിച്ച് ഇസ്രയേലിന്റെ സുരക്ഷാബോധത്തിലേക്കാണ് കയറിയത്. ആ വിഷം ഇന്നും അവരെ വേട്ടയാടുന്നു. തങ്ങൾക്ക് പിഴവ് പറ്റിയ ആ നിമിഷം അത് ചരിത്രത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് അവർ ഇന്നും ചിന്തിക്കുന്നുണ്ടാകും. അന്ന് ഖാലിദ് മിഷാൽ മരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മധ്യപൂർവേഷ്യയുടെ ചരിത്രം മറ്റൊന്നായിരുന്നേനെ. ഹമാസ് എന്ന സംഘടനയുടെ ഗതി തന്നെ മാറുമായിരുന്നു. പക്ഷേ ചരിത്രത്തിന് എങ്കിൽ എന്ന വാക്കില്ല. സംഭവിച്ചതാണ് സത്യം. ഇന്ന് മുടി നരച്ച് പ്രായാധിക്യം ബാധിച്ചെങ്കിലും ഖാലിദ് മിഷാലിന്റെ കണ്ണുകളിൽ 1997 അബൂ സൈഫ് കണ്ട അതേ തിളക്കമുണ്ട്. അതിജീവനത്തിന്റെ തിളക്കം. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാമെന്നും മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും എങ്ങനെ പുഞ്ചിരിക്കാമെന്നും അത് പഠിപ്പിക്കുന്നു. ചാരകഥകളെ വെല്ലുന്ന ജീവിതം. അമ്മാനിലെ ആ പഴയ ഹമാസ് ഓഫീസ് ഭവനം ഇന്നും അവിടെയുണ്ട്. ആ പടികൾ സാക്ഷ്യം വഹിച്ചത് ഒരു കൊലപാതക ശ്രമത്തിന് മാത്രമല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പിനു കൂടിയാണ്. അവിടെ വെച്ചാണ് ഖാലിദ് മിഷാലിന്റെ മുന്നിൽ മൊസാദിന് അടിതെറ്റിയത്. ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ചാരസംഘടനയ്ക്ക് പറ്റിയ ആ പിഴവ് ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യൻ എത്ര വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും വിധി അതിനു മുകളിൽ മറ്റൊരു തിരക്കഥ എഴുതിയിട്ടുണ്ടാകും. ഖാലിദ് മിഷാലിന്റെ കഥ അവസാനിക്കുന്നില്ല. അത് പലസ്തീൻ ജനതയുടെ പോരാട്ടവീര്യത്തിന്റെ ഭാഗമായി തുടരുന്നു. ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ. ആ വിഷം അദ്ദേഹത്തെ കൊന്നില്ല, പക്ഷേ അത് ചരിത്രത്തിൽ മായാത്തൊരു പാടായി അവശേഷിച്ചു. ഇസ്രയേലിന്റെ അഹങ്കാരത്തിനുമേൽ വീണ കറുത്ത പാട്. ചരിത്രത്തിലെ ചില ഏടുകൾ മഷികൊണ്ടല്ല, മറിച്ച് രക്തം കൊണ്ടും അവിശ്വസനീയമായ യാദൃച്ഛികതകൾ കൊണ്ടുമാണ് എഴുതപ്പെടുന്നത്. ഖാലിദ് മിഷലിന്റെ ജീവിതത്തിലെ ആ അധ്യായം അത്തരത്തിലൊന്നായിരുന്നു. കാലം എത്ര മുന്നോട്ടു പോയാലും 1997 സെപ്റ്റംബർ 25 എന്ന തീയതി ഇസ്രയേലിന്റെയും പലസ്തീനിന്റെയും ചരിത്രത്തിൽ ഒരു ഇരുണ്ട ദിവസമായി, അല്ലെങ്കിൽ ഒരത്ഭുത ദിവസമായി അവശേഷിക്കും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കറുത്ത പാടാണ്. പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉയിർത്തെഴുന്നേൽപ്പും. നമ്മൾ ഈ കഥയുടെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് ആ വിഷം ഖാലിദ് മിഷലിന്റെ ജീവൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ലോകം എങ്ങനെയാകുമായിരുന്നു? ഒരുപക്ഷേ ഹമാസ് എന്ന സംഘടനയുടെ ഘടന തന്നെ മാറുമായിരുന്നു. അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്ക് വേറൊരു മാനം കൈവരുമായിരുന്നു. പക്ഷേ ചരിത്രം എങ്കിൽ എന്ന വാക്കിൽ വിശ്വസിക്കുന്നില്ല. ചരിത്രം സംഭവിച്ച കാര്യങ്ങളെ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് താൻ വധിക്കാൻ ഉത്തരവിട്ട ഒരാളെ സ്വന്തം കൈകൊണ്ട് ഒപ്പിട്ട് നൽകിയ മരുന്നുകൊണ്ട് രക്ഷിക്കേണ്ടി വന്നു എന്നത് വിധിയുടെ ക്രൂരമായ വിനോദമല്ലാതെ മറ്റൊന്നുമല്ല. ആ ഒരൊറ്റ സംഭവം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേൽപ്പിച്ച ആഘാതം ചെറുതല്ല. സ്വന്തം ജനതയ്ക്കു മുന്നിലും ലോകത്തിനു മുന്നിലും അദ്ദേഹത്തിന് തലകുനിക്കേണ്ടി വന്നു.
മൊസാദിന്റെ ആസ്ഥാനമായ തെൽ അവീവിലെ ആ രഹസ്യമുറികളിൽ ഇന്നും ആ ഫയലുകൾ പൊടിപിടിച്ച് കിടപ്പുണ്ടാകും. ഓപ്പറേഷൻ പരാജയം എന്ന് ചുവന്ന മഷിയിൽ എഴുതിയ ഫയലുകൾ. ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഏജന്റുമാർ പിന്നീട് എവിടെ പോയി? അവരുടെ ജീവിതം എന്തായി? ചാരകഥകളിൽ ജയിക്കുന്നവരെ മാത്രമേ ലോകം വാഴ്ത്താറുള്ളൂ. തോൽക്കുന്നവർ ഇരുട്ടിലേക്ക് മറയുന്നു. നമുക്ക് ചുറ്റും എപ്പോഴും നിഴലുകൾ പതിയിരിക്കുന്നുണ്ട്. അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരുടെ നിഴലുകൾ. എന്നാൽ പ്രകാശമുള്ളിടത്തോളം കാലം നിഴലുകൾക്ക് നിലനിൽപ്പില്ല. സത്യമെന്നത് ആ പ്രകാശമാണ്. മൊസാദ് എത്ര രഹസ്യമായി കാര്യങ്ങൾ നീക്കിയാലും സത്യം എന്നെങ്കിലും പുറത്തുവരും. ഖാലിദ് മിഷാലിന്റെ കാര്യത്തിൽ അത് 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവന്നു. ഈ കഥ അവസാനിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. ഇസ്രായേലിനി ഖാലിദ് മിഷാലിനെ ലക്ഷ്യമിടുന്നു? അതോ പഴയ പരാജയം അവരെ പിന്തിരിപ്പിക്കുമോ? മധ്യപൂർവേഷ്യയിൽ എന്നെങ്കിലും സമാധാനം പൂക്കുമോ? അതോ രക്തം വീണ്ടും ഒഴുകുമോ? ഈ ചോദ്യങ്ങൾക്ക് കാലം മാത്രമേ മറുപടി നൽകൂ. പക്ഷേ ഒന്നുറപ്പാണ്, പോരാട്ടങ്ങളുടെ ഈ മണ്ണിൽ ഓരോ മരണവും പുതിയ ജന്മങ്ങൾക്ക് കാരണമാകുന്നു. ഓരോ പരാജയവും പുതിയ വിജയങ്ങൾക്ക് വിത്തുപാകുന്നു. കരുത്ത് എന്നത് തോക്കിലോ വിഷത്തിലോ അല്ല, മറിച്ച് മനസ്സിലാണ്. ആരും തോൽപ്പിക്കാനാവാത്തവരല്ല. ഒന്നും അസാധ്യമല്ല. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. പക്ഷേ ചരിത്രം അതിൻ്റെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും.